എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മനസ്സിലാക്കി വരുന്ന പോപ്പ് ഫ്രാൻസിസിന്റെ നമ്മുടെ പൊതുഭവനത്തെ കുറിച്ച് എന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: Human roots of ecological crisis are greed, pride, and loss of responsibility. പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ മനുഷ്യ കാരണങ്ങൾ. ഈ അധ്യായത്തിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് ഇന്നത്തെ പാരിസ്ഥിതിക പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നു. ലാഭത്തിനായി ഉദ്ദേശ്യവിരുദ്ധമായി ടെക്നോളജി ഉപയോഗിക്കുന്ന സാങ്കേതിക ആധിപത്യത്തെ അദ്ദേഹം വിമർശിക്കുന്നു. മനുഷ്യർ പ്രകൃതിയേക്കാൾ മേലാണ് എന്ന് തെറ്റായ ധാരണയായ മനുഷ്യ കേന്ദ്രീകതത്വം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആശയശൂന്യമായ ഭൗതികത്വം ഒരു പ്രധാന നാശകാരണമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നഷ്ടപ്പെടുന്നതും പരിസ്ഥിതിക്ക് കൂടുതലായാണ് ദോഷം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യരുടെ മുൻഗണനകളും സംവിധാനങ്ങളും പുനഃപരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ അധ്യായം ആവശ്യമുന്നയിക്കുന്നു. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളെയാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മളെ പ്രകൃതിയും തമ്മിൽ ഏത് രീതിയിലാണ് അകറ്റുന്നത് എന്നുള്ളതിനെയാണ് പറയുന്നത്. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഡീപ് ഇക്കോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യം മനുഷ്യ കേന്ദ്രിത വ്യവസ്ഥ എന്നുള്ളതാണ്. ഇന്നത്തെ വ്യവസ്ഥ, നമ്മൾ മനുഷ്യരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ വ്യവസ്ഥ, അതിന്റെ പ്രതിസന്ധികളും ഫലങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പ്രായോഗിക ആപേക്ഷികതാവാദം, അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. മറ്റെല്ലാം ആപേക്ഷികമായിട്ട് നമ്മൾ അവിടെ തള്ളിക്കളയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് തൊഴിൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, തൊഴിലിന് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടും അത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അദ്ദേഹം പ്രതിപാദിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ സാങ്കേതിക വിദ്യയുടെ കിടപിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജീവശാസ്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതായത് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങളെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന രീതികൾ, ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയെ വിരുദ്ധത എത്രയാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് സാങ്കേതിക വിദ്യയെ പറ്റിയിട്ടാണ്. അപ്പൊ സാങ്കേതിക വിദ്യ ശരിക്കും പറഞ്ഞ മനുഷ്യൻ ഭൗതികമായിട്ടുള്ള അവന്റെ പരിമിതികളെ മറികടക്കാനുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സാങ്കേതിക വിദ്യയുടെ ഉറവിടം, അല്ലെങ്കിൽ അതിന് പിറവി കൊണ്ടത് അതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വിഭാഗമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വളർച്ച, അതല്ലെങ്കിൽ അത് നമുക്ക് നൽകിയ സൗകര്യം, അതെല്ലാം അഭിനന്ദനാർഹമാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതുണ്ടാക്കിയിട്ടുള്ള അതിന്റെ ദൂഷ്യഫലങ്ങൾ, ഇനിയും നമ്മൾ അതിന് മുഴുവനായിട്ട് നിന്നു കൊടുത്തുകൂടാ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആ സാങ്കേതികതയിൽ നമ്മൾ അമിതമായിട്ട് ഇടപെടുന്ന സമയത്ത് അത് നമ്മളെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ സ്വയം നിയന്ത്രണമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, ശേഷിയുണ്ട്, അതിന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ഇടപെടലിനെ അത് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരത്തിൽ അത് സാങ്കേതിക വികസനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്, പ്രകൃതിയുമായുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സാങ്കേതിക വിദ്യ വികസിച്ചു എന്നതിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ജീവികളുമായിട്ടുള്ള ബന്ധത്തിലോ മൂല്യത്തിലോ ഒന്നും വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം. അപ്പോ നമ്മുടെ
അപ്പോഴുള്ള ഉടനടിയുള്ള ആവശ്യം നിറവേറ്റുന്നതിലായിട്ട് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയുള്ളത്. അത് നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, അത് നിലനിർത്തുന്നതിനുള്ള ആ ഒരു തത്രപ്പാട്, അതുപോലെ ഇത് എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ടുള്ള നമ്മുടെ ഒരു വസ്തുവിനോട് ഇടപെടുന്നത് പോലെയുള്ള നമ്മുടെ ആ ഒരു ഇടപെടൽ, ഇതൊക്കെയാണ് സാങ്കേതികതയുടെ അതിപ്രസരം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിപ്പോയിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും എന്തും അപഹരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്, അതുപോലെ പ്രകൃതിയിൽ നമ്മൾ എത്ര എടുത്താലും അത് തിരികെ ലഭിക്കും. അതായത് അനന്തമായിട്ടുള്ള ഒരു വിഭവ സ്രോതസ്സാണ് പ്രകൃതി. അത് നമ്മൾ എത്ര എടുത്താലും, എത്ര ഊർജം നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചാലും അത് പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ള തെറ്റിദ്ധാരണകളിലാണ് നമ്മൾ പ്രകൃതിയോട് ഇടപെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ എടുക്കും തോറും അതവിടെ കുറവ് സംഭവിക്കുന്നുണ്ട്. അത് നികത്താനുള്ള പ്രതിവിധികളിലേക്ക് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സാങ്കേതികതയെ നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഇനിയെങ്കിലും കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷെ അത് ഏത് രീതിയിൽ സാധിക്കും എന്നുള്ളതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നത്, നമ്മുടെ ഉൽപാദന മേഖലയിൽ ചെറുകിട സംരംഭങ്ങൾ നമ്മൾ തുടങ്ങുന്നത്, അതുപോലെ മലിനീകരണം കുറഞ്ഞ ഉൽപാദന രീതികൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതുപോലെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന ഇക്കോ വില്ലേജുകൾ പോലെയുള്ള, അദ്ദേഹം ആ വാക്ക് പറയുന്നില്ല, പക്ഷെ പരിസ്ഥിതിക്ക് മാലിന്യം കുറഞ്ഞ ആഘാതം നൽകുന്ന ജീവിത രീതികൾ തെരഞ്ഞെടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ സാങ്കേതിക വിദ്യയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമാക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാങ്കേതിക വിദ്യയെ നമ്മൾ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഒരു സുരക്ഷിത ഭാവി നൽകുമെന്ന് അത് ഉപയോഗിക്കുന്ന ആർക്കും തന്നെ ഒരു ഉറപ്പുമില്ല, വിശ്വാസവുമില്ല. എന്നിട്ടും നമ്മൾ അതിൽ ആഴത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അതിന്റെ കടന്നുവരവിന് നമ്മൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയാണ് അപ്പൊ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. അടുത്തതായി പറയുന്നത് മനുഷ്യകേന്ദ്രിത വ്യവസ്ഥ, അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവം നമുക്കുണ്ടാക്കിയ പ്രതിസന്ധിയും അതിന്റെ ഫലങ്ങളുമാണ്. അപ്പോ പ്രകൃതിക്ക് നമ്മൾ ചെയ്യുന്ന ഉപദ്രവം അത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലെ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രകൃതി, നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, പ്രകൃതിയിലെ ഒരു ജീവരാശി നഷ്ടപ്പെടുക എന്നതിൽ നിന്നും നമുക്ക് ആ ജീവരാശിയിലൂടെ ഉണ്ടാകുന്ന എന്തൊക്കെയോ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ദേശങ്ങൾ കൈമാറൽ, അതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അത് പറഞ്ഞിരുന്നല്ലോ ഈ പുസ്തകത്തിലെ വിശ്വാസികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഇടത്തിൽ ദൈവം നമുക്ക് കൈമാറാനുള്ള സന്ദേശം നൽകിയ ജീവരാശികളെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ പ്രകൃതിയിലെ ഓരോ സത്തയിലും അതിൽ അടങ്ങിയിട്ടുള്ള മൂല്യത്തെ നമ്മൾ പരിഗണിക്കാതെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വളരെ ഉപരിപ്ലവമായിട്ട് എനിക്ക് എന്തും നടപ്പാക്കാനുള്ള ഒരു വെറും വസ്തുക്കളായിട്ട് പ്രകൃതിയിലെ വിഭവങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കിടയിൽ തന്നെ കാണിക്കുന്ന വിഭാഗീയത, അതായത് ഒരു ഭിന്നശേഷിക്കാരനോട്, ഒരു ഭ്രൂണത്തോട്, അതുപോലെ ഒരു ദരിദ്രനോട്, ഇവർക്കൊന്നും ഇവിടെ ജീവിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള തരത്തിൽ ആണ് നമ്മൾ പൊതുവെ മനുഷ്യര് ഇടപെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയല്ലാതെ ഇപ്പോ നമ്മൾ ജൈവ കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരണം. എന്നാൽ ആ ജൈവ കേന്ദ്രിതമാകുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യന്റെ കഴിവുകളെ, അല്ലെങ്കിൽ അവന് പ്രകൃതി നൽകിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ശേഷികളെ നമ്മൾ കാണാതെ പോകരുത്, അത് അംഗീകരിക്കാതെ പോകരുത് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ അയാളുടെ വ്യക്തിത്വത്തെ കുറിച്ചൊരു ചിത്രം ഉണ്ടാവുമല്ലോ, ആ ചിത്രത്തെ ഹനിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ ജൈവകേന്ദ്രിതമാകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇങ്ങനെ അതിനെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, പ്രകൃതി സംരക്ഷണവും ഗർഭഛിദ്രവും അതിനുള്ള മനോഭാവവും ഒരുമിച്ച് പോകില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയുകയും എന്നാൽ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഒരു പുതിയ ജീവന്റെ ഉത്ഭവത്തെ നമ്മൾ സ്വാഗതം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു പുതിയ ജീവന്റെ ഉത്ഭവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഈ ജൈവരാശിയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അവയുടെ ആവശ്യകതയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മനുഷ്യ വ്യക്തികള് ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ടാണ് ഏതു കാര്യത്തെയും കാണുന്നതും തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പോ
ആ അപ്പോഴുള്ള ഉടനെയുള്ള ആവശ്യങ്ങൾക്ക് അല്ലെ നമ്മുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ സൗകര്യങ്ങൾക്കൊക്കെ മുൻഗണന നൽകുമ്പോൾ മറ്റെല്ലാം ആപേക്ഷികമായിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വിഷയം എല്ലാവർക്കും ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്, അതായത് നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, മനുഷ്യരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരുടെ അപ്പോഴുള്ള സന്ദർഭത്തിന്റെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആ ആവശ്യം നിറവേറ്റുന്നതിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ചുറ്റുപാടിനെ പരിഗണിക്കുന്നു, അത് മറ്റൊരു ജീവിക്ക് അല്ലെങ്കിൽ എന്റെ സഹജീവിയായ മറ്റു മനുഷ്യർക്ക് ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ചിന്ത നമുക്ക് അവിടെ ഇല്ല. അപ്പൊ അത്തരത്തിൽ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇന്ന് കാണുന്ന എല്ലാ സാമൂഹ്യമായിട്ടുള്ള അനീതികൾക്കും ചൂഷണങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ മറ്റൊരാളെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പ്രയോജനപ്പെടുത്തുക, അവർക്ക് കടം ഉണ്ടാക്കിക്കൊണ്ട് ആ കടം വീട്ടാനായിട്ട് അവരെ തന്നെ വീണ്ടും അധികമായിട്ടുള്ള ജോലികൾ ഏൽപ്പിക്കുക, കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, അതുപോലെ വയോധികരെ അവരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പുറന്തള്ളുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മറ്റെല്ലാത്തിനും അപ്പുറം അത് വെറും ആപേക്ഷികമായിട്ട് തള്ളിക്കളയുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ആപേക്ഷികവാദത്തിന്റെ ഒരു സംസ്കാരം നമ്മളിൽ നിന്നും മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. എനിക്ക് നിറച്ചും വേണം, അല്ലെങ്കിൽ എനിക്ക് ഇനി നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് എനിക്ക് ജീവിക്കാനുള്ള ആ സമ്പത്ത് അല്ലെങ്കിൽ എന്റെ ആവശ്യം നിറവേറ്റാനുള്ള സമൃദ്ധി ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു ഇത്, അത് കുറച്ചു പേർക്കിടയിൽ മാത്രം അത് നിൽക്കുകയും അത് എല്ലാവർക്കും വേണ്ടിയുള്ള വിഭവങ്ങളെ ഈ കുറച്ചു പേര് മാത്രം തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ആ രീതിയോടാണ് അദ്ദേഹം വൈരുദ്ധ്യമായിട്ട് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയൊക്കെ ഇടപെടാൻ ഇപ്പൊ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശ്രമങ്ങളോ അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ശ്രമങ്ങളോ ഒന്നും നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക്, അതായത് ഒരു വ്യക്തിക്കുള്ള സംതൃപ്തി അയാൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൽ നിന്നും അയാൾ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുന്ന അല്ലെങ്കിൽ അയാളുടെ നിത്യ ജീവിതത്തിലൂടെ അയാൾക്ക് മനസ്സിലാകുന്ന സത്യങ്ങളും അതുപോലെ നമ്മൾ കൂട്ടായ ജീവിതത്തിലൂടെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സാർവത്രിക കൂട്ടായ്മയോടുള്ള അവരുടെ അനുഭവവും ഒക്കെയാണ് ഈ നമ്മുടെ ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളത്. അത്തരമൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇത് ഇന്നത്തെ നിലവിലുള്ള ഒരു വ്യവസ്ഥയിൽ അത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം ഒരിക്കലും ശാശ്വതമല്ല, അത് നടക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് സമഗ്ര പരിസ്ഥിതിയിൽ തൊഴിലിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ വ്യവസ്ഥ കാലങ്ങളായിട്ട് തൊഴിലിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് നമുക്ക് തടയാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനോ സാധിക്കുന്ന ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ വളർച്ചയ്ക്കും അയാളുടെ സർഗാത്മകമായിട്ടുള്ള പ്രകടനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു മേഖലയായിട്ടാണ് തൊഴിൽ മേഖലയെ അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്കിന് ഈ തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയെ ഒഴിച്ചുകൂടാനാവാത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ തൊഴിലിൽ നമ്മൾ സാങ്കേതികതയെ കൂടുതലായിട്ട് ചെലുത്തുന്നത്, സാങ്കേതികതയെ ആശ്രയിക്കുന്നത്, മനുഷ്യർക്ക് പകരം യന്ത്രങ്ങളെ ഉപയോഗിക്കുന്നത് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു സമൂഹത്തെ അത് വളരെ ദോഷകരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തൊഴിൽ സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവിക്കണമെങ്കിൽ എപ്പോഴും കൂടുതലായിട്ട് സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നവരുടെ ഇടയ്ക്കൊരു എന്താ പറയാ നിയന്ത്രണങ്ങൾ ചുമത്തുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് തൊഴിലിന്റെ കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലും എല്ലാ തുറയിലും പെട്ട ആളുകൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഓരോ വ്യക്തിയും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ജനിതകമാറ്റം വരുത്തിയ വസ്തുക്കൾ അല്ലെങ്കിൽ ജനിതകമാറ്റം നമ്മൾ കൂടുതലായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൂഷ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്.
ചില മേഖലകളിൽ ഇപ്പം വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും എഞ്ചിനീയറിംഗിന്റെ മേഖലയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ജനിതക മാറ്റം എന്നുള്ള രീതിയിൽ കുറച്ച് സഹായകരമാകുന്ന വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ അതിന്റെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ അതിന്റെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ നമ്മൾ ശരിക്കും വളരെ ശ്രദ്ധിച്ച് ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ഒരു കുറവായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നത് ഇത് സമ്പത്തും അറിവും കഴിവും ഒക്കെ ഉള്ളവർക്കിടയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജനിതക മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യവും അത്രയും ആ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും മറ്റെല്ലാ പുരോഗതികളും അവർക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു. ഇതിലെല്ലാം പോപ്പ് ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് ദരിദ്രർക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഇത് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോ മറ്റ് ജീവജാലങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു, ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, പ്രധാനമായിട്ടും വ്യവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ ഇതെങ്ങനെ ബാധിക്കുന്നു, അപ്പൊ അവർക്ക് തൊഴിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു, അവരുടെ കൃഷിയിൽ വരുന്ന ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകം യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പൊ അതിന് ശേഷിയില്ലാത്ത ആളുകൾക്ക് അത് ഉപേക്ഷിച്ചുകൊണ്ട് നാഗരികതയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിലേക്കെല്ലാം ശ്രദ്ധ എല്ലാവരും നൽകിക്കൊണ്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രതിവിധിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിയിലും പക്ഷെ ഈ ജനിതകമാറ്റം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ പല തലമുറകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതിന്റെ വേഗം എന്ന് പറയുന്നത് ഈ ജനിതകമാറ്റം ഉണ്ടാക്കുന്ന അത്രയും വേഗമല്ല, അത് വളരെ സാവധാനത്തിലാണ് പരിണമിച്ചാണ് സംഭവിക്കുന്നത്. പക്ഷെ പ്രകൃതിയിൽ ജനിതകമാറ്റം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധതയാകുന്നത് അത് മറ്റു ജീവികളെ പരിഗണിക്കാതെ വെറും ലാഭത്തെയും നേട്ടത്തെയും മാത്രം നോക്കിക്കൊണ്ട് ആകുന്ന സമയത്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇത്തരം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വികസനം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇനിയുള്ള സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തേണ്ടത്, ഇനിയുള്ള കാലത്ത് സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ എല്ലാ ജീവരാശികളുടെയും നിലനിൽപ്പിന്, നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരുടെ സമുന്നതമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അവരുടെ ജീവിതത്തെയും പരിഗണിച്ചുകൊണ്ട് വേണം ഇത് നമ്മൾ നടപ്പാക്കാനായിട്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൽ അവസാനം അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: ധാർമ്മികതയിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഒരു സാങ്കേതിക വിദ്യക്ക് അതിന്റെ സ്വന്തം ശക്തി പരിമിതപ്പെടുത്തുവാൻ എളുപ്പത്തിൽ കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ധാർമ്മികതയെ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പരിമിതി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ അതിന്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. അത് വളർച്ച എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും പ്രകൃതിക്കും ഇടയിൽ ഉണ്ടാക്കുന്ന വിടവ് വളരെ അധികമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലത്ത് ഇനി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സാങ്കേതികതയെ സ്വീകരിക്കണം, അതിന്റെ പ്രയോജനങ്ങളെ കൂടുതൽ സ്വീകരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം ശരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് വളരെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ്. അതിനേക്കാൾ ആഴത്തിൽ ഓരോ വ്യക്തിയുടെയും മാനസിക തലത്തിൽ, ചിന്താതലത്തിൽ, പ്രവർത്തന തലത്തിൽ, സാമൂഹ്യമായ ഇടപെടലിന്റെ തലത്തിലൊക്കെ ഏത് രീതിയിലാണ് സാങ്കേതികത ഇടപെട്ടിരിക്കുന്നത്, അതിന്റെ ഭീകരമായിട്ടുള്ള ഒരു വശം, അത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അഡിക്ഷൻ, അതുപോലെ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ വളരെ ഗൗരവം നൽകിക്കൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒളിമ്പസ് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അത് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ ഒരു വ്യാപ്തി ഇനിയും വർദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണ്ടുന്നവർക്കിടയിൽ എത്തിച്ചേരട്ടെ, വേണ്ടുന്നവർക്കിടയിൽ വേണ്ടുന്നവണ്ണം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.